ഗെയിമാ. സ്റ്റെമ്പേ കൊള്ളിച്ചാൽ അടുത്ത റൗണ്ടിട്ട് ക്വാളിഫൈ ചെയ്യാം. ഒരാൾക്കൊരു ഗോളേ ഉള്ളൂ. ഓക്കെ, യെസ്. അയ്യോ കുഴപ്പമില്ല, പോട്ടെ. നല്ല അടുത്ത ആൾ വരട്ടെ. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഗെയിം കൂടെ പോയാലോ. വെറുതെ കോമ്പറ്റീഷൻ കൊടുത്തേ. പ്രഷർ. ഓ യെസ്. അയ്യോ വീഡിയോ ഒക്കെ കട്ട് ചെയ്യോ. പ്രൈസ് ഉണ്ട്. അല്ലെ 5 പേരല്ലേ, ഒരു 5 പേരും കൊളിച്ചാ അടുത്ത റൗണ്ട് പോകും നമ്മള്. ഓക്കെ. എവിടെ 4 പ്രൈസ് ഉണ്ട് ഇനി. എല്ലാവർക്കും ചാൻസ്. ഓരോരുത്തർ എറിഞ്ഞാ കിട്ടണവന് പ്രൈസ്. ഓക്കെ, ആ 4 പേര് വിളിച്ചാ തീർന്നു, കളി തീർന്നു. ഓക്കെ. അയ്യോ വാച്ച് പോയേ. ഇനി ആരെല്ലുണ്ടോ? അറിയാത്ത ആരെല്ലുണ്ടോ? ഇത്രയും പേര് വന്നേ. അയ്യോ മനെ കൊന്നേ കമ്മിറ്റി. അയ്യോ അയ്യോ ഇല്ല കഴിഞ്ഞു. പ്രൈസ് ഇല്ല കേട്ടോ. ഇതൊന്നും പ്രൈസ് ഇല്ലേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു സെക്ഷൻ ഭയങ്കര യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മാക്സിമം ദൂരെ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് ദൂരെ നിന്ന് വന്നവരുണ്ട്, അല്ലാതെ ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് വന്നവരുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് യൂസ് ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു കോച്ചിങ് തന്ന ഗബ്രിയൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ആർസിബിയുടെ ഒരു വിരാട് കോഹ്ലി നമ്മളൊക്കെ ആരാധിക്കുന്ന, നമ്മളൊക്കെ അങ്ങനെ കാണുന്ന ഒരാള് വന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തതിലും ഒരുപാട് സന്തോഷം. അപ്പൊ ഗബ്രുവിന് എന്താണ് നിങ്ങളെ ഇത്രയും പേരെ ഒരുമിച്ച് കിട്ടിയപ്പോ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയപ്പോ ഉള്ള എക്സ്പീരിയൻസ് ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യമേ ഇത്രയും എഫേർട്ട് ഇട്ട് നമ്മളൊരു 1 ഡേ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ട് കേരളത്തിൻ്റെ ആണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ നമുക്ക് ചെന്നൈയിൽ നിന്ന്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഓരോ സ്ഥലത്തു നിന്ന് ഇപ്പോൾ തൊട്ടടുത്താണെങ്കിലും നിങ്ങൾ കാണിച്ചൊരു എഫേർട്ട്, ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും നിങ്ങളിവിടെ വരാൻ കാണിച്ചൊരു എഫേർട്ടിനെ ഞാനൊരു ബിഗ് സല്യൂട്ട്, നിങ്ങളുടെ ക്രിക്കറ്റിനോടുള്ള പാഷന് വേണ്ടിയിട്ട് ഞാനൊരു ബിഗ് സല്യൂട്ട് തരുകയാണ്. ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പ് ഒരു 5 years ആയിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു. ഞാൻ 2 years മുന്നേ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അന്ന് എനിക്ക് ഒരു 1 weekൽ വന്ന് എനിക്കൊരു 2 പേരാണ് ഇൻട്രസ്റ്റ് കാണിച്ചത്, 2 പേര്. അങ്ങനെ ഞാൻ ആ 2 പേര് വെച്ചുകൊണ്ട് അന്ന് വർക്ക്ഷോപ്പ് നടത്തി. വേറെ 2 പേർക്ക് ഞാൻ അന്ന് ക്ലാസ് എടുത്തു കൊടുത്ത്, ഞാൻ നെറ്റ്സ് ബുക്ക് ചെയ്തിട്ട് 2 പേർക്ക് ഞാൻ വർക്ക്ഷോപ്പ് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിന്ന് കുറച്ച് അധികം പേർക്ക് സ്പ്രെഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വെച്ച വർക്ക്ഷോപ്പാണ്. അതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു 30-35 പേര് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഷോ ചെയ്തു. നിങ്ങൾ അത്രയും ഒരു ക്രിക്കറ്റിനോടുള്ളൊരു ഇൻട്രസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ നല്ല സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ എനിക്ക് സംസാരം ഭയങ്കര പാടാണ്, ക്രിക്കറ്റ് കളിക്കാൻ എളുപ്പമാണ്, മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പാടാണ്. അപ്പോൾ എന്തായാലും ഞാൻ
എനിക്ക് പറയാൻ വന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ക്രിക്കറ്റിൻ്റെ ത്രോ ഡൗൺസ് എന്ന് പറഞ്ഞൊരു ഒരു ഏരിയ അത് നമുക്ക് എത്രത്തോളം യൂസായി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് കുറച്ചിപ്പോൾ ബിഗിനേഴ്സ് ഉണ്ട്, അതുപോലെ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു മനസ്സിലായി കാണും ഇതിൻ്റെ ഒരു എഫേർട്ട് എന്താണ്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റണേ, ക്രിക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് റോബോം ത്രോ ഡൗൺസ് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഇപ്പോൾ എല്ലാവരും കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ഫസ്റ്റ് വർക്ക്ഷോപ്പ് ആയിരുന്നു. എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഓടിയെത്തണം, എല്ലാവർക്കും ക്ലാസ് നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെ ഏതെങ്കിലും പ്ലെയേഴ്സ് റിക്വയർ ചെയ്താലും നിങ്ങളുടെ അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീം. എനിക്ക് ഫാമിലി പോലുള്ള ടീമാണ്. നമ്മുടെ IPL എനിക്ക് RCB ഇങ്ങനെ ഒരു ഫാമിലി പോലെ ബോണ്ട് ചെയ്തു. അതുപോലെ എനിക്ക് ഒറ്റ ഇയർ കൊണ്ട് നമ്മുടെ ബേസിലേട്ടൻ വിളിച്ചിട്ടാണ് ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ബേസിൽ തമ്പി എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ കൊച്ചി ടീമിൻ്റെ ഐക്കൺ പ്ലെയർ ആയിരുന്നു. ഞാൻ ബേസിലേട്ടൻ നല്ലൊരു ബോണ്ടുള്ള, പണ്ട് തൊട്ടേ ഞങ്ങൾ നല്ല ബോണ്ടാണ്. അപ്പോൾ ബേസിലേട്ടൻ വിളിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ ഞാൻ കൊച്ചിയിൽ ജോയിൻ ചെയ്തു. എനിക്കിപ്പോൾ കൊച്ചി ടീമാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും നമ്മുടെ ബോസ് സുഭാഷ് സാറ്, നമ്മുടെ ശരത്തേട്ടനുണ്ട്, ഇവരൊക്കെ ആണെങ്കിലും എനിക്കൊരു എന്നെ ഒരു ബ്രദറിനെ പോലെയാണ് ഇവർ കണ്ടേക്കണേ. ഞാൻ ഈ ചേട്ടാ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ധൈര്യമായിട്ട് നടത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തത്. അതിന് ഞാൻ കൊച്ചി ടീമിനും മാനേജ്മെൻറ്റിനും ബോസിനും എൻ്റെ താങ്ക്സ്. അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങളെല്ലാം വന്നതിൽ സന്തോഷം, കണ്ടതിൽ സന്തോഷം. നമുക്ക് ഇനിയും സെഷൻസ് വയ്ക്കാം. ഞാൻ വർഷത്തിൽ ത്രോ ഡൗൺസ് എനിക്ക് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയായിരിക്കും. ഗബ്രി ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സീസൺ മുതൽ നമ്മളോട് ഉണ്ട്. അപ്പോൾ ഗബ്രിയുടെ ഒരു ടാലൻറ്റും ഒരു ഡെഡിക്കേഷനും ഒക്കെ ഫ്രാഞ്ചൈസി ഓൾറെഡി മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഗബ്രി വിളിച്ച് ആദ്യം തന്നെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ തോട്ട് പറഞ്ഞപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് ഞങ്ങളുടെ ബോസ് സുഭാഷ് പറഞ്ഞത് എന്തായാലും പ്രൊസീഡ് ചെയ്തോളൂ. ഗബ്രി നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, അവൻ നല്ലൊരു കോഴ്സിന് വേണ്ടിയാണ്. അവൻ്റെ ഒരു ഡെഡിക്കേഷനും അവൻ്റെ ഒരു പാഷനും നമുക്ക് എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട എന്ന് പറഞ്ഞു. സോ ഗബ്രിയും നമ്മളോട് ആ രീതിയിൽ തന്നെയാണ് നിന്നത്. സോ ഇത് ഒരു വർക്ക്ഷോപ്പിലുപരി നമ്മൾ കൂടുതൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറഞ്ഞ ടീം, ഇത് വർക്ക്ഷോപ്പിലുപരി നമ്മൾ ഒരുപാട് യങ് ടാലൻസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ഓരോ സീസൺ കഴിയുമ്പോൾ ഞങ്ങൾ ഓഫ് സീസൺ ഞങ്ങളുടെ പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറ്. ഞങ്ങൾ ഒരുപാട് ടാലൻസിനെ ഹണ്ട് ചെയ്യാനും പൊതുവെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകൾ നടത്താനും ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടീമുകളുമായിട്ട് അസോസിയേഷൻ നടത്താൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള നല്ല നല്ല ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ ആര് വന്നാൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലത്തിനുള്ള ഒരു ജനറേഷനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് നമ്മളെ കൊണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ നിൽക്കുന്നതിൽ പലരും നാളെ വേറൊരു എക്സ്റ്റെൻറ്റിലേക്ക്, നല്ലൊരു എക്സ്റ്റെൻറ്റിലേക്ക് പോകാം. മാക്സിമം നമ്പർ ഓഫ് ആളുകൾ നിങ്ങളുടെ ഡെഡിക്കേഷനും പാഷനും മാത്രം മതി, അത് നമുക്ക് ഫോളോ ചെയ്യുക. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഗബ്രിയലിനെ. ഇപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ താങ്ക്സ്. ഞങ്ങൾക്ക് ഇങ്ങനൊരു അസോസിയേഷൻ ഗബ്രിയായിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല. സോ നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും എല്ലാവരുടെയും പേരും കാര്യം പലരുടെ പല ഏരിയയിൽ നിന്നാണ് വന്നിരുന്നത്, പല സ്റ്റേറ്റിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കരിയേഴ്സ്. താങ്ക് യു. നമ്മുടെ ഹോം ടീമാണ് കൊച്ചി, എറണാകുളത്തിൻ്റെ ഹോം ടീമാണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ക്രിക്കറ്റ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ക്രിക്കറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ള നിരവധി ഇവൻറ്റ്സും ആക്ടിവിറ്റീസുമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നമ്മുടെ പേജ് ഒന്ന് ഇൻസ്റ്റായിൽ ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസും ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് വരണതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എല്ലാവരും ഒന്ന് മറക്കാണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ബെനിഫിറ്റുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മുടെ ബോസ്, നമ്മുടെ മാനേജ്മെൻറ്റ് ആണെങ്കിലും നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ അടുത്ത തന്നെ KCL ആണെങ്കിലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ പലരെയും ഞാൻ ചിലപ്പോൾ KCL ടീമിൽ ചിലപ്പോൾ നാളെ കൊണ്ടുവന്ന് വരാം. ആസ് എ പ്ലെയർ ചിലപ്പോൾ കൊണ്ടുവന്ന് വരാം, ആസ് എ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ചിലപ്പോൾ കൊണ്ടുവന്ന് വരാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് നമ്മുടെ ടീമിനെ ഒന്ന് ഫോളോ ചെയ്യുക. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഫോളോ ചെയ്തിട്ട് അവരുടെ അപ്ഡേറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നാൽ മതി. നമ്മുടെ പേജസിലെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഇപ്പോൾ KCL കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത്ര ആക്റ്റീവായിട്ടുള്ളൊരു പേജ് ഞാൻ വേറെ കണ്ടിട്ടില്ല. Bold. Nice.